ഈ ലോകത്തിൽ ജീവിക്കുന്ന അനേകർക്ക് വ്യത്യസ്തങ്ങളാകുന്ന ആഗ്രഹങ്ങളും വാഞ്ചകളും ഒക്കെയുണ്ട്. ചിലർ ആഹാരത്തിനും വസ്ത്രത്തിനും വെള്ളത്തിനുമൊക്കെയായി വാഞ്ചിക്കുന്നു. മറ്റു ചിലർ സ്നേഹത്തിനും സമാധാനത്തിനും അംഗീകാരത്തിനും ബഹുമാനത്തിനും ഒക്കെയായി യാചിക്കുന്നു. അതെ, ദൈവവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, യാക്കോബ് തൻ്റെ ജ്യേഷ്ഠ സഹോദരൻ്റെ ജ്യേഷ്ഠാവകാശം ഒരു പായസത്തിൻ്റെ മറവിൽ താൻ തട്ടിയെടുക്കുന്നു. അതെ, വിവിധ ആഗ്രഹങ്ങൾ ഒരുപക്ഷെ നമ്മെ പരാജയത്തിലേക്കും തകർച്ചയിലേക്കും എത്തിക്കുവാൻ ഇടയുണ്ട്. ചിലർ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിന് പിന്നാലെ വളരെ അധ്വാനിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നത് കാണുവാൻ കഴിയുന്നു. 63 സങ്കീർത്തനം അതിൻ്റെ 1 വാക്യം, ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. അതെ, ഒരുവൻ്റെ വാഞ്ച എപ്പോഴും ദൈവസന്നിധി ആയിരിക്കണം. ദൈവമേ നീ എൻ്റെ ദൈവം, അതൊരു തീരുമാനമാണ്. അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും, അതൊരു ആഗ്രഹവും തീരുമാനവുമാണ്. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. അതെ, എത്ര പ്രതിസന്ധികൾ വന്നാലും വ്യാകുലതകൾ വന്നാലും ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ഒരു വാഞ്ച ഒരു ദൈവപൈതലിനുണ്ടാകട്ടെ. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ കാത്തിരിക്കുന്നു. 42 സങ്കീർത്തനം അതിൻ്റെ 2 വാക്യം. അതെ, ജീവിതത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ആത്മീക ദർശനത്തിലേക്ക് വളർത്തപ്പെടുവാനായി നാം ആഗ്രഹിക്കുകയും വാഞ്ചയോടും ക്ഷമയോടും കൂടെ നാം കാത്തിരിക്കുകയും ചെയ്യേണ്ടുന്നത് ആവശ്യമാണ്. അങ്ങനെ നാം ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച് ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ യെശയ്യാപ്രവചനം 55 അധ്യായം അതിൻ്റെ 1 വാക്യം, അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വരുവീൻ, വന്ന് വാങ്ങി തിന്നുവീൻ. നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവീൻ. അതെ, ദൈവസന്നിധിയിൽ നാം അടുത്ത് ചെല്ലുമ്പോൾ വില കൂടാതെ ദൈവം ചില നന്മകൾ നമുക്ക് വേണ്ടി നൽകി തരും. ചില നാളുകളായി പലതിനു വേണ്ടി ആഗ്രഹിച്ച് വാഞ്ചിച്ച് ക്ഷമയോടെ കാത്തിരിക്കുന്നവരായിരിക്കാം നമ്മൾ. പക്ഷേ ദൈവസന്നിധിയിൽ ക്ഷമയോടെ കാത്തിരുന്നാൽ ദർശനത്തിനൊരവധിയുണ്ട്, അത് നടക്കും നിശ്ചയം. അതിനായി തന്നെ കാത്തിരിക്കുക. ഇന്ന് നാം ദുഃഖിക്കുന്ന എല്ലാ പ്രതിസന്ധികളുടെയും നടുവിൽ ദൈവത്തിൻ്റെ വഴി വലുതും വിശാലവുമായി നമ്മൾക്ക് വേണ്ടി തുറക്കും.